എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനോണിംസ് ആണ് കേട്ടോ. വൊക്കാബുലറി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ SSC ലെവലിൽ ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് വേർഡ്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും റെഡി അല്ലേ? നമ്മൾ പറ്റുന്ന രീതിയിൽ മെമ്മറി കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. പിന്നെ വൊക്കാബുലറി വാസ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നോക്കാതിരിക്കരുത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോ ഫസ്റ്റ് വേർഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. സൊലേസ് എന്ന് പറഞ്ഞാൽ എന്താ? സൊലേസ്, വേഗം ആൻസർ പറഞ്ഞോളൂ. സൊലേസ് എന്ന് പറഞ്ഞാൽ എന്താ? സൊലേസ് ഇറ്റ് മീൻസ് റിലീഫ് ആണ് കേട്ടോ. എന്താണ് സൊലേസ് എന്ന് പറഞ്ഞാല്? റിലീഫ് അല്ലെ, ഒരു ആശ്വാസം കിട്ടുക, റിലീഫ് കിട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് സൊലേസ്. ഇനി എക്സാമിന് ഇതേപോലെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കണം അല്ലെ. അതിന് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സൊലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷൂ ലേസ് എന്നൊക്കെ ആലോചിക്കാം അല്ലെ. ഷൂ ലേസ്, ഈ ഷൂവിന്റെ ലേസ് ഒക്കെ ടൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഷൂ ലേസ് മര്യാദയ്ക്കൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും, റിലീഫ് ഉണ്ടാവും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. ഞാൻ ഈ പറയുന്ന കണക്ഷൻസ് ജസ്റ്റ് നമുക്ക് എക്സാമിന് എങ്ങനെയെങ്കിലൊക്കെ ഓർമ്മ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അടുത്ത ചോദ്യം വാലർ. വാലർ നമ്മുടെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ് കേട്ടോ. വാലർ എന്ന് പറഞ്ഞാൽ എന്താ? വാലർ എന്ന് പറഞ്ഞാല് കറേജ് ആണ്. ഓക്കെ, വളരെ കറേജ് ഉള്ള, വളരെ ധൈര്യശാലിയായിട്ടുള്ള, കറേജ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വാലർ വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ ആലോചിക്കുക? വാലർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാനും ലോറിയും എന്നൊക്കെ എടുക്കാം അല്ലെ. വാനും ലോറിയും, ഈ വാനും ലോറിയും ഒക്കെ ഹെവി വെഹിക്കിൾസ് അല്ലേ. അപ്പൊ അതൊക്കെ ഓടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കറേജ് വേണം എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ വാലർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മൈൻഡിലോട്ട് കൊണ്ടുവരാം കേട്ടോ. എന്തൊക്കെയാണ്? വാനും ലോറിയും ഒക്കെ ഓടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കറേജ് വേണം, നമ്മൾ കുറച്ചും കൂടെ ബോൾഡ് ആവണം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ, റീഇറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? റീഇറ്ററേറ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. റീഇറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ, റീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീണ്ടും അല്ലെ, വീണ്ടും എന്നുള്ളൊരു മീനിങ് ഒക്കെ വരുന്നില്ലേ? റീഇറ്ററേറ്റ്, റീ. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ആണ്. റീഇറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, റീഇറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇനി ഇവിടെ ഒരു വാക്ക് ഇരിക്കുന്നുണ്ട്, എല്യൂർ എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. എല്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? എല്യൂർ, എല്യൂർ എന്ന് പറഞ്ഞാല് ഗസ് ചെയ്യാവോ എന്താണ് എല്യൂർ എന്ന് പറഞ്ഞാല്? വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആകർഷിപ്പിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് എല്യൂർ. ഓക്കെ, അട്രാക്റ്റീവ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള. നമുക്ക് ആലോചിക്കാനായിട്ട്, നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്യൂർ എന്ന് പറയുമ്പോൾ അല്ലു അർജുന ഓർക്കാം കേട്ടോ. ഈ അല്ലു അർജുനൊക്കെ എല്ലാവരെയും എന്താ പറയാ, വശീകരിക്കുന്ന അല്ലെങ്കിൽ ആകർഷിപ്പിക്കുന്ന ഒക്കെ ഒരാളാണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ എല്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? ആകർഷിപ്പിക്കുന്ന, അട്രാക്റ്റീവ് ആയിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് റീട്രേറ്റ് ആണ്. റീട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക അല്ലെ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഡിഫിഡന്റ്. ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫിഡന്റ് എന്താണ്? ഡിഫിഡന്റ് എന്ന് പറഞ്ഞാല്, ഡിഫിഡന്റ് എന്ന് പറഞ്ഞാല് ഷൈ ആയിട്ടുള്ള കേട്ടോ, കുറച്ച് ഷൈ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഡിഫിഡന്റ്, നമ്മൾ ഭയങ്കര ബാക്കിയുള്ളവരിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഷൈനെസ് വരും അല്ലെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഡിഫിഡന്റ്, ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷൈ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ട്രവേൽ. ഇതെല്ലാം സിനോണിംസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. ട്രവേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രവേൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ട്രവേൽ, ഓക്കെ, ട്രവേൽ എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. പെയിന് വേറൊരു വാക്കുണ്ടല്ലോ, ആഗണി അല്ലെ. ആഗണി എന്ന് പറഞ്ഞാൽ പെയിൻ എന്നുള്ള ഒരു മീനിങ് ആണ്. അഗ്നി, അഗ്നിയൊക്കെ നമ്മുടെ കൈ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ആഗ്നി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി ട്രവേൽ എന്ന് പറഞ്ഞാല് പെയിൻ ആണ് അല്ലെ. അപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രവേലിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അല്ലെ. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പെയിൻ വരുന്ന ഓർക്കാം അല്ലെ. അപ്പൊ ട്രാവലും ഉണ്ട്, വെയിലും ഉണ്ട് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെയിൻ വരും, ഹെഡ് ഏക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പെയിൻ വരും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ട്രവേൽ എന്ന് പറഞ്ഞാൽ എന്താ? ട്രവേൽ എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, റാത്ത്. റാത്തിന്റെ സിനോണിം എന്താ? റാത്ത്, യെസ് ചെയ്തോളൂ. റാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റാത്ത് എന്ന് പറഞ്ഞാല് ആങ്കർ ആണ്, ദേഷ്യം കേട്ടോ. റാത്ത്, ആങ്കർ. അറിയാത്തവരുണ്ടെങ്കിൽ രാത്രി മര്യാദക്ക് നമുക്ക് ഉറക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലെ. പിറ്റേ ദിവസം നമ്മുടെ കാര്യം പോക്കാൻ നമുക്ക് നല്ല ദേഷ്യം വരും എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ റാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കർ. റാത്ത് എന്ന് പറഞ്ഞാല്
ആങ്കർ. നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തത് ഫാറ്റുവസ്. ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റുവസ് ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ സില്ലി ആയിട്ടുള്ള, കേട്ടോ, വളരെ സില്ലി ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് ഫാറ്റുവസ്. നമ്മൾ ഭയങ്കര ഫാറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലൊക്കെ നമ്മളെ കളിയാക്കുമ്പോഴേ അത് സില്ലി ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ സില്ലി, ഫാറ്റുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സില്ലി. ഫാറ്റുവസ് എന്ന് പറഞ്ഞാല് സില്ലി ആണ്. ഡെഫറൻസ് എന്ന് പറഞ്ഞാലോ? ഡെഫറൻസ് എന്താണ് ഡെഫറൻസ്? എനിവൺ? ഡെഫറൻസ് ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ആണ് കേട്ടോ. ഡെഫറൻസ് പറഞ്ഞാൽ റെസ്പെക്ട് ആണ്. ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ. ഡെഫറൻസ് ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പെക്ട്. പറഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാതിരിക്കാനും ചെറിയ കണക്ഷൻസ് പറയുന്നതാണ്. ഓക്കെ. അപ്പൊ ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പെക്ട് ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ഡി. ഇവിടെ ഫിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അല്ലെ. ഇത് നമ്മുടെ PYQ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഫിക്കിൾ എന്താണ്? ഫിക്കിൾ ഫിക്കിൾ എന്ന് പറഞ്ഞാല് ചേഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ഫിക്കിൾ എന്ന് പറയാ. ഓക്കെ. നമുക്ക് ഫിക്കിൾ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ? പിക്കിൾ എന്നൊക്കെ മൈൻഡിലോട്ട് വരുന്നുണ്ടോ? പിക്കിൾ അല്ലെ, നമ്മുടെ അച്ചാറ്. ഈ പിക്കിളൊക്കെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാല് എന്ത് പറ്റും? നമ്മുടെ BP ചേഞ്ച് ചെയ്യും, കൊളസ്ട്രോൾ ചേഞ്ച് ചെയ്യും എന്നൊക്കെ ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ ഫിക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വാട്ട്? ദാറ്റ് ഇസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അല്ലെ, ചേഞ്ച് ചെയ്യാത്ത, കോൺസ്റ്റന്റ് ആയിട്ടുള്ള. ഓക്കെ. അപ്പൊ കൂടെ തന്നെ പഠിച്ചു പോണം കേട്ടോ. ഇനി അടുത്തത് ഡിബാക്കിൾ. ഡിബാക്കിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ഡിബാക്കിൾ. വേഗം പറഞ്ഞത്. ഡിബാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിബാക്കിൾ എന്ന് പറഞ്ഞാല് ഫെയിലിയർ ആണ് അല്ലെ. തോൽവി അല്ലെങ്കിൽ ഫെയിലിയർ ആണ്. അപ്പൊ ഫെയിലിയർ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലായി എന്നൊക്കെ ഒരു തോന്നല് വരും അല്ലെ. ബാക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫെയിലിയർ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ബാക്കിലായി പോയി, തോൽവി വന്നു കഴിഞ്ഞപ്പോ ബാക്കിലായി പോയി എന്ന് വെറുതെ ഓർക്കാം. ഓക്കെ. പക്ഷെ ഫെയിലിയേഴ്സ് ആദ്യം സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് അല്ലെ. നമ്മൾ എപ്പോഴും ഫെയിലിയറിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് വരണം കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യം, ഡോർമെന്റ്. ഡോർമെന്റിന്റെ സിനോണിം എന്താ? ഡോർമെന്റ് എന്താണ്? ഡോർമെന്റിന്റെ സിനോണിം പറട്ടെ. ഡോർമെന്റ് എന്ന് പറഞ്ഞാല് നോട്ട് ആക്റ്റീവ് ആണ്, അത്രയ്ക്ക് ആക്റ്റീവ് അല്ലാത്ത എന്നൊരു മീനിങ് ആണ് ഡോർമെന്റ്. ഓക്കെ. നമ്മുടെ വീട്ടിലെ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ, ഡോറിന്റെ ഒക്കെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഡോറൊക്കെ അടച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റീവ് അല്ലാണ്ടാവും അല്ലെ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഇനാക്റ്റീവ് ആവും എന്നൊക്കെ ഓർത്തു വെക്കുക അല്ലെ. അപ്പൊ ഡോർമെന്റ് ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ്. ഇനി അതിന്റെ ആന്റണിം ആയിട്ട് പറയാവുന്ന കുറച്ച് വാക്കുകളാണ്. ക്വിക്ക് എന്ന് നമുക്ക് പറയാം ആന്റണിം ആയിട്ട് അല്ലെ. ആക്റ്റീവ്. ഇപ്പൊ ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ല, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ ക്വിക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എജൈൽ. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള. ഓക്കെ. ക്വിക്ക് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എജൈൽ എന്ന് പറയാം. വേണമെങ്കിൽ ഈ ജയിൽ ചാടുന്ന കാര്യമൊക്കെ ഓർക്കാം അല്ലെ. എജൈൽ എന്ന് പറയുമ്പോൾ ഈ ജയിലൊക്കെ വളരെ ക്വിക്ക് ആയിട്ട് ചാടുന്ന ക്രിമിനൽസ് ഒക്കെ ആണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് കേട്ടോ. ജയില് ക്വിക്ക് ആയിട്ട് ചാടി എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ 10 സിനോണിംസ് പഠിച്ചാൽ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം അല്ലെ. ഓക്കെ. അപ്പൊ എന്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാട്ടോ. സൊലേസ്. സൊലേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിലീഫ് അല്ലെ. ഷൂലേസ് ഒക്കെ മര്യാദയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും. വാലർ എന്തായിരുന്നു? വാലർ കറേജ്. നമ്മുടെ വാന് ലോറിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ, ഹെവി വെഹിക്കിൾസ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് നല്ല കറേജിയസ് ആണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ കറേജ് ആണ്. റീഇറ്ററേറ്റ്. റീഇറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് അല്ലെ. റിപ്പീറ്റ് ആണ്. എല്യൂർ എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആകർഷിപ്പിക്കുന്ന. ക്യാപ്റ്റിവേറ്റ് എന്ന് പറയാം കേട്ടോ. ക്യാപ്റ്റിവേറ്റ് എന്നുള്ളൊരു വാക്കും കൂടെ പഠിച്ചു വെച്ചേക്കുക. ക്യാപ്റ്റിവേറ്റ് എന്താണ്? അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന. ഓക്കെ. ആകർഷിപ്പിക്കുന്ന, വശീകരിക്കുന്ന. ഓക്കെ. ഇനി 4ാമത്തെ വേർഡ് ഡിഫിഡന്റ്. ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ ഷൈ ആയിട്ടുള്ള അല്ലെ. ഷൈ ആയിട്ടുള്ള. ട്രവേൽ. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെയിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും അല്ലെ. ട്രവേൽ എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. ട്രവേൽ എന്ന് പറഞ്ഞാൽ പെയിൻ. റാറ്റ് എന്ന് പറഞ്ഞാലോ രാത്രി മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും, ആങ്കർ. ഇനി ഫാറ്റുവസ്, സില്ലി. ഡെഫറൻസ് എന്തായിരുന്നു? ഡെഫറൻസ് റെസ്പെക്ട് ആണ് അല്ലെ. ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ആണ്. ഓക്കെ. എപ്പോഴും പിക്കിള് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അച്ചാർ കഴിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് വരും എന്നൊക്കെ ഓർത്ത് വെക്കാം. ഡിബാക്കിൾ എന്ന് പറഞ്ഞാൽ ഫെയിലിയറും. അതേപോലെ തന്നെ ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ് ആണ് അല്ലെ. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് ആണ്. ഇത്ര എല്ലാവരും ക്വിക്ക് ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സുകൾ നോക്കാം കേട്ടോ. അടുത്തത് ചൂസ് ദി കറക്റ്റ് സിനോണിം ഓഫ് ദി വേർഡ് ഫ്ലീറ്റിംഗ്. ഫ്ലീറ്റിംഗിന്റെ സിനോണിം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസിയന്റ് ആയിട്ടുള്ള. ഇത് ഇമ്പോർട്ടന്റ് ആണ്. SSCയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് ആണ്. ട്രാൻസിയന്റ് അല്ലെങ്കിൽ ഒരു നിമിഷം മാത്രം നിൽക്കുന്ന.
നമ്മൾ മൊമെന്ററി എന്നൊക്കെ പറയില്ലേ, മൊമെന്ററി, ഫ്ലീറ്റിംഗ്, അല്ലെങ്കിൽ വേറൊരു വാക്കുണ്ടല്ലോ എഫേമറൽ, കേട്ടുണ്ടോ? എഫേമറൽ. എഫേമറൽ എന്ന് പറഞ്ഞാൽ ഇത് PSC PYQ ആണ്. എഫേമറൽ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മാത്രം നിൽക്കുന്ന, ഫ്ലീറ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, അല്ലെങ്കിൽ മൊമെന്ററി. ഓക്കെ, മൊമെന്ററി. നമുക്ക് ഇതെല്ലാം കൂടെ ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഓർക്കാം, എഫേമറൽ എന്ന് പറയുമ്പോൾ എഫ് മാറൽ എന്ന് ഓർക്കാം അല്ലെ. എഫ് മാറൽ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുമ്പോൾ എഫ് മാറിയിട്ട് വേഗം തന്നെ അടുത്ത ആൽഫബറ്റ് ആയിട്ടുള്ള ജി വന്നു, ഒരു നിമിഷം കൊണ്ട് തന്നെ വന്നു നോക്കാം അല്ലെ. അപ്പൊ എഫേമറൽ എന്ന് പറഞ്ഞാൽ എഫ് മാറൽ, വേഗം തന്നെ ജി വന്നു. അപ്പൊ എന്താ എഫേമറൽ എന്ന് പറഞ്ഞാൽ മൊമെന്ററി. ഓക്കെ, ഒരു നിമിഷം മാത്രം. അതേപോലെ തന്നെ ഫ്ലീറ്റിംഗ്, നമുക്ക് വേണമെങ്കിൽ സാരിയുടെ ഫ്ലീറ്റ് എന്നൊക്കെ ജസ്റ്റ് ഓർക്കാം കേട്ടോ. ഈ സാരിയുടെ ഫ്ലീറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചീത്തയായി പോകും അല്ലെ. അപ്പൊ അങ്ങനെ മൊമെന്ററി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ട്രാൻസിയന്റ്. ഓക്കെ, എഫേമറൽ എന്ന് പറഞ്ഞാൽ മൊമെന്ററി, ഫ്ലീറ്റിംഗ്, ട്രാൻസിയന്റ് ഇതെല്ലാം സിനോണിംസ് ആയിട്ട് നമ്മൾ പറയുന്ന വാക്കുകളാണ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് കയറാം. ഈ ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിലിന്റെ സിനോണിം എന്താ? PSC PYQ ആണ് ഗെയിൽ. ഗെയിൽ എന്ന് പറഞ്ഞാല് കണ്ണിങ് ആണ് അല്ലെ, കണ്ണിങ്. ക്രിസ് ഗെയിലിനെ ഓർക്കാം. ക്രിസ് ഗെയിൽ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഓർക്കാം. ഓക്കെ, കണ്ണിങ് ആണ് കേട്ടോ ഗെയിൽ. എറുഡൈറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ലിറ്ററേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കോളർ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. എറുഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോളർ. ഓക്കെ, നല്ല അറിവുള്ള ഒരു പണ്ഡിതൻ എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡാണ് എറുഡൈറ്റ്. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൂയിസ് ഇഞ്ചേർഡ് ആണ്. ഓക്കെ, ഒരു എന്താ പറയാ, ഇഞ്ചുറി വരിക അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു പരിക്ക് വന്നിട്ടുള്ള അതിനെയാണ് നമ്മൾ ബ്രൂയിസ് എന്ന് പറയാ. ഓക്കെ, പരിക്കേറ്റിട്ടുള്ള. അപ്പൊ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രൂസ്ലി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇഞ്ചുറി ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കാലോ അല്ലെ, ഒരു ചതവ്, ആ ഒരു രീതിയിൽ നമുക്ക് ഓർക്കാം. അപ്പൊ ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഞ്ചേർഡ് ആണ് കേട്ടോ, ഇഞ്ചേർഡ് ആണ്. ഓക്കെ, അതേപോലെ ഒരു ഇഡിയം ഉണ്ടല്ലോ, ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്ക് ആൻഡ് ബ്ലൂ കരിനീല ചിരിക്കുക അല്ലെ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുത്ത അല്ലെങ്കിൽ കരി. ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല. അപ്പൊ കരിനീല ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെ. അപ്പൊ അതും കൂടെ പഠിച്ചേക്കാം കേട്ടോ, PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, കരിനീല ചിരിക്കുന്ന കേട്ടോ. ഇനി അടുത്തത് കർട്ടേൽ. കർട്ടേലിന്റെ സിനോണിം ആണ് ചോദ്യം. കർട്ടേലിന്റെ സിനോണിം. കർട്ടേൽ എന്ന് പറഞ്ഞാല് ഷോർട്ടൻ ആണ്. ഓക്കെ, ചെറുതായിട്ടുള്ള ഷോർട്ടൻ ആണ് കർട്ടേൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് വേണമെങ്കിൽ കട്ട് ടെയിൽ എന്ന് ഓർക്കാം അല്ലെ. ടെയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കർട്ടേൽ എന്ന് പറയുമ്പോൾ കട്ട് ടെയിൽ എന്ന് ഓർക്കാം. ഈ ടെയിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാവും എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ഷോർട്ടൻ ആണ് കേട്ടോ. കർട്ടേൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഷോർട്ടൻ. ഓക്കെ, പ്രുഡന്റിന്റെ സിനോണിം പ്രുഡൻസ്. എല്ലാവരും ഗസ് ചെയ്യണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ. പ്രുഡന്റ് എന്ന് പറഞ്ഞാല് വയസ്സായിട്ടുള്ള അല്ലെ, വയസ്സായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് പ്രുഡന്റ്. വിവേകമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രുഡന്റ് വരിക അല്ലെ. പറഞ്ഞാൽ എന്താ? വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ വയസ്സല്ല കേട്ടോ. എന്താണ്? നല്ല വിവേകമുള്ള, ജ്ഞാനമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രുഡന്റ് കേട്ടോ. ഇനി സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിഞ്ചി പിശുക്കുള്ള അല്ലെ. സ്റ്റിഞ്ചിക്ക് വേറൊരു വേർഡ് ഉണ്ടല്ലോ, ഫ്രൂഗൽ എന്ന് പറയും അല്ലെ. ഫ്രൂഗൽ എന്ന് പറഞ്ഞാല് സ്റ്റിഞ്ചി ആണ്, പിശുക്കുള്ള കേട്ടോ. എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാൽ ലാവിഷ് ആണ് അല്ലെ. ഓക്കെ, ലാവിഷ്. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എക്സ്ട്രാ വാങ്ങി എന്ന് ആലോചിക്കാം. എക്സ്ട്രാ വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? ലാവിഷ് ആവുക അല്ലെ, ലാവിഷ് ആവുക. അപ്പൊ എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാവിഷ്. പ്രുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വയസ്സായിട്ടുള്ള അല്ലെ. ഇനി ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിഞ്ചി ആണ് കേട്ടോ. ഓക്കെ, പിശുക്കുള്ളു. അടുത്ത നോക്കാം, എന്ത്രാൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത്രോൾ, വേഗം പറഞ്ഞോളൂ. എന്ത്രോളിന്റെ സിനോണിം ഇറ്റ് ഈസ് ക്യാപ്റ്റിവേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആകർഷിപ്പിക്കുന്ന, നമ്മുടെ എല്യൂർ എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലു അർജുനൊക്കെ ഓർക്കാൻ പറഞ്ഞില്ലേ, അതേപോലെ എന്ത്രോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാപ്റ്റിവേറ്റ്, വശീകരിക്കുന്ന അല്ലെ. അപ്പൊ എന്ത്രോൾ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റിവേറ്റ്. ഓക്കെ, എല്ലാവരെയും വശീകരിച്ചു. എന്ത്രോൾ, എല്ലാവരെയും വശീകരിച്ചു എന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഗ്രിഗേറിയസിന്റെ ആന്റണിം ആണ് ചോദ്യം. അപ്പൊ ജസ്റ്റ് സിനോണിം ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. എന്താണ് ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാല്? വളരെ സോഷ്യബിൾ ആയിട്ടുള്ള അല്ലെ, എല്ലാവരോടും വളരെ സോഷ്യബിൾ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ആന്റണിം എന്തായിട്ട് വരും? അധികം സംസാരിക്കാത്ത അല്ലെ, ഇൻട്രോവേർട്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിനകത്ത് ആന്റണിമിന്റെ ഒരു ചോദ്യം കൂടെ വന്നു എന്ന് മാത്രം. നമ്മൾ സിനോണിംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ വളരെ സോഷ്യബിൾ ആയിട്ടുള്ള, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അധികം സംസാരിക്കാത്ത
ഒരു ഇൻട്രോവേർഡ് അല്ലെ. ഇൻട്രോവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹു ടോക്സ് ലെസ് ആണ്. അധികം സംസാരിക്കാത്ത ഒരാളെയാണ് നമ്മൾ ഇൻട്രോവേർഡ് എന്ന് പറയാ. ഇൻട്രോവേർഡിന്റെ കുറച്ച് സിനോണിംസ് ആയിട്ട് കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? ടാസിറ്റേൺ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാസിറ്റേൺ എന്ന് പറഞ്ഞാലും അധികം സംസാരിക്കാത്ത, മിതഭാഷി എന്ന് പറയുന്ന ഒരു വേർഡാണ് അല്ലെ. അധികം സംസാരിക്കാത്ത ഒരാള്. എങ്ങനെ ആലോചിക്കുക? ടാസിറ്റേൺ എന്ന് പറയുമ്പോൾ അവരുടെ ടേൺ ആവുമ്പോൾ മാത്രമേ അവര് സംസാരിക്കുള്ളൂ എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹു ടോക്സ് ലെസ് ആണ്. അതേപോലെ തന്നെ വേറൊരു വാക്കുണ്ടല്ലോ, എന്തായിരുന്നു? റെറ്റിസെന്റ് അല്ലെ. റെറ്റിസെന്റ് എന്ന് പറഞ്ഞാലും വൺ ഹു ടോക്സ് ലെസ് ആണ് കേട്ടോ. അപ്പൊ ഗ്രിഗറിയസ് എന്ന് പറഞ്ഞാൽ സോഷ്യബിൾ ആണ്. അതിന്റെ ആന്റണിയം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രോവേർട്ട് എന്ന് പറയാം, ടാസിറ്റേൺ എന്ന് പറയാം, റെറ്റിസെന്റ് എന്ന് പറയാം. ഈ ടാസിറ്റേണും റെറ്റിസെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള വളരെ സാധ്യത കൂടിയിട്ടുള്ള വേർഡ്സുകളാണ്. അതിന്റെ മീനിങ് എന്താ? അധികം സംസാരിക്കാത്ത, ടാസിറ്റേൺ അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഇനി ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് സംസാരിക്കുന്ന, ധാരാളം സംസാരിക്കുന്ന. നമ്മൾ സോഷ്യബിൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ അതിന്റെ സിനണിംസ് ആയിട്ട് വരുന്ന രണ്ട് വാക്കുകളാണ് ലൊക്കേഷ്യസും വെർബോസും. ഓക്കെ, ലൊക്കേഷ്യസ് നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെ. നമുക്ക് എങ്ങനെ ആലോചിക്കാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ലൊക്കേഷ്യസ് എന്ന് പറയുമ്പോൾ ലോക്കൽ അല്ലെ, ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അതായത് നന്നായിട്ട് സംസാരിക്കും അല്ലെ, ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലേ. അപ്പൊ ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെയാണ് ലൊക്കേഷ്യസ് എന്ന് പറയാ കേട്ടോ. വെർബോസ് എന്ന് പറഞ്ഞാലും സെയിം തിങ് ഇറ്റ് സെൽഫ്. എന്താ? വൺ ഹു ടോക്സ്. വെർബോസ് എന്ന് പറഞ്ഞാലും സെയിം തിങ് ഇറ്റ് സെൽഫ്. നന്നായിട്ട് ധാരാളം സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മൾ വെർബോസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഈ വെർബോസ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ വെർബറ്റിം പഠിച്ചോളൂ. വെർബറ്റിം എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ് ഫോർ വേർഡ് ആണ് കേട്ടോ. വേർഡ് ഫോർ വേർഡ്, അതാണ് വെർബറ്റിം. തമ്മിൽ മാറിപ്പോരുത്. വെർബോസ് എന്ന് പറഞ്ഞാൽ ധാരാളം സംസാരിക്കുന്ന, വെർബറ്റിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വേർഡ് ഫോർ വേർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രലോങ്ങിന്റെ ആന്റണിം ആണ് ചോദ്യം. അപ്പൊ പ്രലോങ്ങിന്റെ സിനണിം മൈൻഡിലോട്ട് വരണം അല്ലെ. ഈ ആന്റണിം പഠിക്കാൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുകയല്ല കേട്ടോ. അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ സിനണിംസ് പഠിച്ചു പോവാ. അപ്പൊ അതിന്റെ ആന്റണിംസ് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, അപ്പൊ നമുക്ക് കിട്ടും. അപ്പൊ ആന്റണിംസ് ആരും ബൈഹാർട്ട് പഠിക്കേണ്ട, നമ്മൾ സിനണിംസ് പഠിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകൾ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രലോങ് ആണ്. എന്താണ് പ്രലോങ് എന്ന് പറഞ്ഞാൽ? ആ വാക്യം തന്നെ കിട്ടുമല്ലോ, ലോങ് അല്ലെ. പ്രലോങ് എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രലോങ്. അപ്പൊ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്ന വാക്ക് ഏതായിരിക്കും? ഷോർട്ടൻ ആണ് അല്ലെ. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാലും എന്താ? വലുതാക്കുക. ഓക്കെ, അതേപോലെ തന്നെ എലോങ്ങേറ്റ് എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെയല്ലേ അല്ലെ. കുറച്ച് വലുതാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. എലോങ്ങേറ്റ്, അവിടെയും ഒരു ലോങ് ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്ന ഒരു വേർഡ് ആണ് ഷോർട്ടൻ, ചെറുതാക്കുക അല്ലെ, ഷോർട്ടൻ. ഇനി കവേർട്ട്. കവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കവേർട്ട്, നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ വേർഡുകളും കാണുമ്പോൾ അതിനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ റാങ്ക് ലെവൽ കൂടും. കാരണം പലരും തെറ്റിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഈ പറഞ്ഞിട്ടുള്ള സിനണിംസ്. ഓക്കെ, പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാം. കൂടെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുണ്ടാവുക കേട്ടോ. അപ്പൊ കവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കവേർട്ട് എന്താണ്? കവേർട്ട് ഒരു ക്ലൂ തരാം. ഇതിനകത്ത് ടി ഒന്ന് എടുത്ത് മാറ്റി നോക്കിയേ. കവർ എന്നുള്ള രീതിയിൽ എടുക്കുക അല്ലെ. കവർ ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ കവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സീക്രട്ട്. കവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രട്ട് ആയിട്ടുള്ള, സീക്രട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം. ഫ്രം 10th നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡോർമെന്റ്, ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ആക്റ്റീവ് ആവില്ല എന്ന് പറഞ്ഞു. എജൈൽ എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആണ് അല്ലെ. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എഫേമറൽ, മൊമെന്ററി, ട്രാൻസിയന്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. പിന്നെ ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്രിസ് ഗെയിൽ നോക്കാം, കണ്ണിങ്. എറുഡൈറ്റ് എന്ന് പറഞ്ഞാൽ സ്കോളർ അല്ലെങ്കിൽ ലിറ്ററേറ്റ് ആണ്. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻജേർഡ് ആണ്. ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാലും ഇൻജേർഡ്. കേർട്ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കേർട്ടെയിൽ അല്ലെ. എന്താണ്? ഷോർട്ടൻ. പിന്നെ പ്രൂഡന്റ് എന്ന് പറഞ്ഞാൽ വൈസ്. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ ഫ്രൂഗൽ. പിന്നെ എക്സ്ട്രാവേഗൻ എന്ന് പറഞ്ഞാൽ ലാവിഷ് ആവും, എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് ആയി. ഇനി എൻത്രോൾ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റിവേറ്റ് ചെയ്യുക, ലൂർ ചെയ്യുക, എല്ലാവരും ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്ന, അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, എൻത്രോൾ. ഗ്രിഗേറിയസിന്റെ ആന്റണിം ആണ് ചോദ്യം. അപ്പൊ ഗ്രിഗേറിയസിന്റെ സിനണിമ മൈൻഡിലേക്ക് വരണം. ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ വളരെ സോഷ്യബിൾ ആയിട്ടുള്ള, ഓക്കെ, അപ്പോ നന്നായിട്ട് സംസാരിക്കുന്ന എന്നുള്ളൊരു മീനിങ് വരുന്ന ബാക്കി കുറച്ച് വാക്കുകളാണ്. ലൊക്കേഷ്യസ്, ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഓർക്കാം, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ഏതായിരുന്നു? വെർബോസ് നമ്മൾ പറഞ്ഞു അല്ലെ, നന്നായിട്ട് സംസാരിക്കുന്ന. വെർബോസ് നന്നായിട്ട് സംസാരിക്കുന്ന എന്നാണെങ്കിലും വെർബറ്റിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വേർഡ് ഫോർ വേർഡ് അല്ലെ. പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തേ?
അതിന്റെ ആന്റണിയം ആയിട്ടുള്ള ഇൻട്രോവേർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത, ഉൾവലിഞ്ഞിട്ടുള്ള അല്ലെ, ഷ്രിങ്കിങ് വയലറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഷ്രിങ്കിങ് വയലറ്റ് ഇഡിയമാണ് കേട്ടോ. പിന്നെ ടാസിറ്റേൺ, അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ സംസാരിക്കുള്ളൂ. റെറ്റിസെന്റ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പ്രൊലോങ്ങിന്റെ ആന്റണിയം ആണ് ചോദ്യം. പ്രൊലോങ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള, ദൈർഘ്യമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് ഷോർട്ടൻ ആണ്. ഓക്കെ, കവേർട്ട് എന്ന് പറഞ്ഞാൽ കവർ ഒക്കെ ആലോചിക്കാം, നമ്മുടെ സീക്രട്ട് അല്ലെ. ഇത്ര എല്ലാവരും പഠിച്ചോ? എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ഒന്നും കൂടെ ഒന്ന് മൈൻഡിലേക്കൊക്കെ കൊണ്ടുവരണം. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു വിട്ടേക്കുക കേട്ടോ. നമുക്ക് എക്സാമിന് 4 ഓപ്ഷനിൽ നിന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് മ്യുണ്ടെയിൻ. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മ്യുണ്ടെയിൻ, വേഗം പറഞ്ഞ. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡിനറി. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി. മ്യുണ്ടെയിൻ, ഓർഡിനറി. ഈ മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള സാധാരണക്കാരെന്ന് നമുക്കൊന്ന് ഓർക്കാം കേട്ടോ. മ്യുണ്ടെയിൻ എന്ന് പറയുമ്പോൾ മുണ്ടായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. എനിക്ക് ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി, ഓർഡിനറി. ബസ്സിൽ. ബസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബസ്സിൽ പറയാവോ? ബസ്സിൽ, ബസ്സിൽ എന്ന് പറഞ്ഞാല് റഷാണ് കേട്ടോ. റഷാണ്. നമ്മൾ ഈ ബസ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഭയങ്കര റഷ് ആയിരിക്കും എന്നൊക്കെ ഓർക്കാം അല്ലെ. ബസ് വന്ന് നിർത്തുമ്പോ തന്നെ എല്ലാവരും റഷ് ചെയ്ത് പോകുന്നൊക്കെ ഓർക്കാം. അപ്പൊ ബസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താ? റഷാണ്. ബസ്സിൽ എന്ന് പറഞ്ഞാല് റഷ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. എലെ. എലെ എന്ന് പറഞ്ഞാൽ എന്താ? എലെ. എലെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാസിഫൈ ചെയ്യുക, അതായത് സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു വേർഡാണ് എലെ കേട്ടോ. എലെ എന്ന് പറഞ്ഞാൽ എന്താ? പാസിഫൈ ചെയ്യുക, സമാധാനിപ്പിക്കുക. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു വാക്ക് ഇരിപ്പുണ്ട്, സോർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോർ എന്ന് പറഞ്ഞാൽ എന്താ? SOAR. സോർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ അസെൻഡ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അസെൻഡ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക അല്ലെ. അസെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈ അപ്പ് ഇൻ എയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അതാണ് സോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ നമുക്ക് SOUR എന്ന് പറഞ്ഞ് പഠിക്കേണ്ട അല്ലെ. സോർ എന്ന് പറഞ്ഞാൽ എന്താ? സോർ. സോർ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. സോർ മിൽക്ക്, പുളിപ്പുള്ള, പുളിച്ചിട്ടുള്ള അല്ലെ, അതാണ് സോർ. ഇനി SORE ഉണ്ട്. ആ SORE എന്ന് പറഞ്ഞാൽ എന്താ? അത് സോർ ത്രോട്ട്, പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെ, പെയിൻഫുൾ ആയിട്ടുള്ള നമ്മുടെ ത്രോട്ട്, സോർ ത്രോട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ 3 വാക്കുകൾ ഇപ്പോഴത്തെ നമ്മുടെ PSCയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഇപ്പോ റീസെന്റ് ആയിട്ട് കുറച്ച് അധികം ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള വാക്കുകളും കൂടെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ സോർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ആണ്. അത് ഏത് സോറാ? SOAR അല്ലെ, ഇൻക്രീസ് ചെയ്യുക. അതിനകത്തൊരു എയും ആറും ഉണ്ട് അല്ലെ. ഒരു ഐയും കൂടി ഇടുകയാണെങ്കിൽ എയറിൽ പറന്നു ഉയർന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, പിന്നെ സോർ എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള. SORE എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് പെയിൻഫുൾ ആയിട്ടുള്ള കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. ഡെക്കറം. ഡെക്കറം എന്ന് പറഞ്ഞാൽ എന്താ? പറയാവോ? ഡെക്കറം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന, ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു വേർഡ് ആണ്. ദാറ്റ് ഈസ് എറ്റിക്വറ്റ്. വാട്ട് ഇസ് ഇറ്റ്? എറ്റിക്വറ്റ്. ഓപ്ഷൻ എ ആണ് കേട്ടോ, എറ്റിക്വറ്റ്. ഡെക്കറം. ഓക്കെ, അപ്പോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന, നല്ല ബിഹേവിയർ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് എറ്റിക്വറ്റ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തിയിട്ട് ക്വയറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും വെൽ മാനേർഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറയും എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽ മാനേർഡ്. ഓക്കെ, വെൽ മാനേർഡ് അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കേട്ടോ, എറ്റിക്വറ്റ്. അപ്പൊ എത്തിയിട്ട് ക്വയറ്റ് ആയിട്ട് നമ്മൾ ഇരുന്നപ്പോ എല്ലാവരും വെൽ മാനേർഡ് പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞു എന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് ഡെക്കറം. ഡെക്കറം പഠിച്ചേക്കണേ, ഡെക്കറം. ഇനി സർമൗണ്ട്. സർമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സർമൗണ്ട്. സർമൗണ്ട് എന്ന് പറഞ്ഞാല് ഓവർകം ചെയ്യുക, തരണം ചെയ്യുക അല്ലെ, ഓവർകം ചെയ്യുക. അതാണ് സർമൗണ്ട്. അപ്പൊ മൗണ്ടൻ പോലെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കം നമ്മളെല്ലാം ഓവർകം ചെയ്യണം കേട്ടോ. സർമൗണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓവർകം ചെയ്യുക. നേവ് എന്ന് പറഞ്ഞാൽ എന്താ? നേവ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ. ഡിസോണസ്റ്റ് പേഴ്സൺ, നേവ് കേട്ടോ. ചില ആൾക്കാർ ഈ നാവ് എടുത്താ കള്ളം പറയും നമ്മൾ പറയില്ലേ, നാവ്. അതേപോലെ നമുക്ക് നാവ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഡിസോണസ്റ്റ് പേഴ്സൺ ആണ്, നാവ് എടുത്താ കള്ളം പറയുന്ന ഒരാളാണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോണസ്റ്റ് പേഴ്സൺ. ഇനി അടുത്ത് നോക്കാം. വെറ്റ് എന്ന് പറഞ്ഞാലോ PYQ ആണ്, PSC PYQ ആണ്. വെറ്റ് എന്താണ്? വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാല് ഷാർപ്പൻ, നല്ല മൂർച്ചയുള്ള അല്ലെ, വെറ്റ്.
നമുക്ക് വേണമെങ്കിൽ നല്ല ഷാർപ്പുള്ള ഒരു കത്തി വെച്ചിട്ട് മുറിച്ചു കഴിഞ്ഞാൽ വെറ്റാവും എന്ന് ഓർക്കാം അല്ലെ? ഷാർപ്പുള്ള കത്തി വെച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ വല്ല ഫ്രൂട്ട്സോ ഒക്കെ മുറിച്ചു കഴിയുമ്പോൾ അത് വെറ്റാവും എന്ന് ഓർക്കാം. വെറ്റിന്റെ സ്പെല്ലിംഗ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഓർക്കാൻ വേണ്ടി പറയുന്ന ചെറിയ ചെറിയ കണക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പൻ, ഷാർപ്പൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിഷവെൽഡ്, ഡിഷവെൽഡ് എന്ന് പറഞ്ഞാല് വാട്ട് ഇസ് ഇറ്റ്? ഡിഷവെൽഡ് എന്താണ്? ഡിഷവെൽഡ് എന്ന് പറഞ്ഞാല് അൺടൈഡി ആയിട്ടുള്ള അല്ലെ, വൃത്തിയില്ലാണ്ട് എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടുള്ള അൺടൈഡി ആയിട്ടുള്ള ഡിഷവെൽഡ്. എങ്ങനെ ആലോചിക്കുക? ഈ ഡിഷൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഡിഷ് ഉണ്ടല്ലോ അത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആകെ അൺടൈഡി ആയി നോക്കാം അല്ലെ. ഡിഷവെൽ, ഡിഷവെൽ എന്ന് പറഞ്ഞാൽ എന്താ? അൺടൈഡി, അൺടൈഡി ആയിട്ടുള്ള. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിഷവെൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അൺടൈഡി, അൺടൈഡി. ഇനി അടുത്ത് നോക്കാം. ഫൈൻഡ് എ വേർഡ് ദാറ്റ് ഇസ് ദി ആന്റണിം ഓഫ് പാൻഡേമോണിയം. പാൻഡേമോണിയത്തിന്റെ ആന്റണിം ആണ് ചോദ്യം. ഇപ്പൊ എങ്ങനെ പഠിക്കുക? ആദ്യം തന്നെ എന്താണ് പാൻഡേമോണിയം നമുക്ക് അറിയണം അല്ലെ. പാൻഡേമോണിയം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് പാൻഡേമോണിയം? വളരെ നോയ്സി ആയിട്ടുള്ള അല്ലെ, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, നോയ്സി ആയിട്ടുള്ള പാൻഡേമോണിയം. ഹാർമോണിയം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തോളൂ. വളരെ നോയ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പാൻഡേമോണിയം. അപ്പൊ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ നോയ്സ് ഉണ്ടാക്കാത്ത എന്നുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഹാർമണി. ഓക്കെ, എഗ്രിമെന്റ്. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റ്. ഓക്കെ, എഗ്രിമെന്റ്, യോജിപ്പ്, യോജിപ്പുള്ള, അതാണ് ഹാർമണി കേട്ടോ. അപ്പൊ പാൻഡേമോണിയം വളരെ നോയ്സി ആയിട്ടുള്ള, ഇത് എല്ലാവരുടെയും ഒരു ഒത്തുതീർപ്പാവുക അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ എന്നുള്ളൊരു മീനിങ് ആണ് ഹാർമണി. ഇനി അടുത്ത വേർഡ് നോക്കാം. സിനണിം ഓഫ് ഹൊമേജ്. ഹൊമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊമേജ്, ഹൊമേജ് എന്ന് പറഞ്ഞാല് ഓണർ ചെയ്യുക അല്ലെ, ഓണർ ചെയ്യുക, ആദരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓണർ അല്ലെങ്കിൽ ഹൊമേജ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ആലോചിക്കുക, ഹൊമേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോമില് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭിക്ഷയ്ക്ക് വന്നു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ ഓർക്കാം. ഹെൽപ്പ് ചോദിച്ചിട്ട് വന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഹൊമേജ്, ഹോമിൽ ഏജ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഓണർ ചെയ്യണം, ആദരിക്കണം എന്നൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഹൊമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ ചെയ്യുക, ഓണർ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച വാക്കുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. കവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സീക്രറ്റ് ആണ്. മ്യുണ്ടെയിൻ എന്തായിരുന്നു? മ്യുണ്ടെയിൻ ഓർഡിനറി അല്ലെ, ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ മുണ്ടെടുക്കുന്ന ഓർക്കാം. ബസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റഷ് അല്ലെ, ബസിൽ എന്ന് പറഞ്ഞാൽ റഷ്. അലേ എന്ന് പറഞ്ഞാൽ എന്താ? പാസിഫൈ ചെയ്യുക. ഓക്കെ, സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നൊക്കെ മീനിങ് ആണ്. സോറ്, സോറ്, സോറ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഡെക്കറം എന്ന് പറഞ്ഞാൽ എറ്റിക്വറ്റ്, എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ വെൽ മാനേർഡ് അല്ലെ, വെൽ മാനേർഡ്. സർമൗണ്ട്, സർമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓവർകം ചെയ്യുക അല്ലെ. ഇത്ര മൗണ്ടൻ പോലെ വന്നിട്ടുള്ള ഇഷ്യൂസ് വന്നാലും നമ്മൾ അതൊക്കെ ഓവർകം ചെയ്യണം. നെയ്വ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പേഴ്സൺ, നാവെടുത്ത നുണ പറയുന്ന ആള് എന്നൊക്കെ ഓർത്ത് വെക്കാം. നെയ്വ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പേഴ്സൺ. വെറ്റ് എന്ന് പറഞ്ഞാലോ ഷാർപ്പൻ അല്ലെ, നല്ല ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മുറിച്ചു കഴിഞ്ഞാൽ വെറ്റാവുമെന്ന് ഓർക്കാം. വെറ്റ് എന്ന് പറഞ്ഞാൽ ഷാർപ്പൻ. ഡിഷവെൽഡ് എന്ന് പറഞ്ഞാൽ അൺടൈഡി ആയിട്ടുള്ള, ഡിഷൊക്കെ ആകെ ഇങ്ങനെ അൺടൈഡി ആയിട്ടൊക്കെ വെച്ചു എന്ന് ഓർക്കാം. പിന്നെ പാൻഡമോണിയത്തിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ള. പാൻഡമോണിയം എന്ന് പറഞ്ഞാൽ നോയ്സി, ഹാർമോണിയം എന്നൊക്കെ ഓർക്കുക അല്ലെ. ആന്റണിം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഹാർമണി, എഗ്രിമെന്റിൽ കേട്ടോ, എഗ്രിമെന്റ്. അതേപോലെ തന്നെ ഹൊമേജിന്റെ സിനണിം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഹൊമേജിന്റെ സിനണിം? നമ്മൾ പറഞ്ഞത് ഓണർ ചെയ്യുക അല്ലെ, ആദരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ 30 സിനണിംസ് ആണ് ഡിസ്കസ് ചെയ്തത്. 30+ സിനണിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതിന്റെ ഓപ്ഷണൽ ആയിട്ട് വരുന്നതൊക്കെ എക്സ്ട്രാ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്, എല്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് സിനണിം ഓഫ് എല്യൂർ? എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.